മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിട്ട് അവര് ഗള്ളി കെട്ടിയിട്ട് നാട്ടിലെ ആനകളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങി ഭയങ്കര ഉപദ്രവമാണ്. നാട്ടിലെ നവോത്ഥാനക്കാരെ ഒന്ന് അറിയിച്ചു കൊടുക്കണം. എനിക്ക് തന്നാ മതി. ഈ പഞ്ചായത്ത് വഴി കൊടുക്കുന്ന പരിപാടി അധമം അവസാനിപ്പിക്കണമെന്നാണ്. വീടൊക്കെ പണിയാൻ പറ്റണ്ട അങ്ങനെ എടുക്കുക. രോഗമായിട്ട് മയക്ക് മേടിക്കാൻ വരെ കാറ്റില്ല. പിന്നെ എങ്ങനെ വീട് പണിയിൽ ഞങ്ങള് നാട്ടിലെ ചില മനുഷ്യപ്പറ്റില്ലാത്ത കഴുതകൾക്ക് അതൊന്ന് പറഞ്ഞു. എനിക്കിപ്പോഴും വന്നിട്ടുണ്ട് മെസ്സേജ്. ഒരു ബോധവും വിവരവും ഇല്ലാത്ത വല്ല അന്യ രാജ്യ പണവും കൈപ്പറ്റി ഇവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആനത്താരയിൽ എന്തെങ്കിലും കെട്ടിട നിർമ്മാണം എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? അരിക്കൊമ്പനും പടയപ്പയൊക്കെ ഇറങ്ങുന്ന സ്ഥലത്തുണ്ടായിട്ടുണ്ട്. അതൊക്കെയാണ് ആദ്യം പൊളിച്ചത്. ആന എന്തുകൊണ്ടാണ് അതിന്റെ പരിസരം വിട്ട് പാഞ്ഞു വരുന്നത്? ആനപ്പക എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. വായിച്ചിട്ടുണ്ട് ആനയുടെ പക. അതിന്റെ വെള്ളം, അതിന്റെ ഭക്ഷണം, ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അത് പോരും. അതൊക്കെ നിലനിർത്തേണ്ടത് സർക്കാരിന്റെ ചോദ്യം. സർക്കാരായാലും കാരണം ഗല്ലികളുടെ ഈ മണ്ണൊലിപ്പ് തടയാനായിട്ട് ഉള്ള ചാലും കൂടെ അത് കെട്ടിട്ടില്ല. തുള്ളി വെള്ളം പിന്നെ ഒരു താഴ്ത്തിയില്ല. അതവിടെ വെച്ച് അവസാനിച്ചു പോവുക. മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിട്ട് അവര് ഗള്ളി കെട്ടിയിട്ട് നാട്ടിലെ ആനകളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങി ഭയങ്കര ഉപദ്രവമാണ്. നാട്ടിലെ നവോത്ഥാനക്കാരെ ഒന്ന് അറിയിച്ചു കൊടുക്കണം കേട്ടോ. ഒരുപാട് മൃഗങ്ങൾ നമുക്ക് ഇങ്ങോട്ട് അറിയിക്കുക. പുലി വരെ നമ്മുടെ രാത്രി കൊണ്ട് പോയതിന് അവരും നമ്മൾക്ക് എന്തായാലും കേരളത്തിന്റെ പശ്ചാത്തലത്തില് വനവാസം, വനജീവിതം, ഇതിനെ സംബന്ധിച്ചിട്ട് സമഗ്രമായ ഒരു അന്വേഷണം ഞാൻ പാർലമെന്റിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു ട്രൈബൽ കമ്മീഷന് കേരളത്തിലേക്ക് അയക്കുന്നത്, യഥാർത്ഥ സ്ഥിതി വിവര കണക്ക് രേഖപ്പെടുത്തി കേന്ദ്ര സർക്കാരിനെ അറിയിക്കണം ഇത് പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രസംഗമാണെങ്കിൽ ആരെങ്കിലും ഒന്ന് കേൾക്കുക കേട്ടോ. അതിൻ്റെ വിവർത്തനം ചെയ്തു കൊടുക്കണം. അത് ആംഗ്ലേയത്തിലായതുകൊണ്ട് ഇംഗ്ലീഷിലായതുകൊണ്ട് വിവർത്തനം ചെയ്ത് കേൾക്കണം. ഒരു ട്രൈബൽ കമ്മീഷന്റെ വരവ്, ആ പ്രസംഗം ദ്രൗപദി മുർമു ആയെന്ന് കേട്ടിട്ട് കേരള ഗവൺമെന്റിന് ആ പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതിന് ഇതുവരെ മറുപടി അവിടെ കിട്ടിയിട്ടില്ലെന്നാണ് ഞാൻ അറിയുന്നത്. അത്രയ്ക്കുണ്ട് നമ്മുടെ കോഓപ്പറേറ്റീവ് ഫെഡറലിസം. ഇതൊക്കെ ആര് ഇതിന് രൂപകൽപ്പന ചെയ്യുന്നത്? ഈ കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിന് രൂപകൽപ്പന ആരാണ് ചെയ്യുന്നത്? ഓരോരുത്തരും അവരവരുടെ സൗകര്യത്തിനാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. നിങ്ങളുടെയൊക്കെ ജീവിതം അതിനകത്ത് ആ രൂപകൽപ്പനയിൽ വരുന്നുണ്ടോ? എന്തായാലും വലിയ വിപ്ലവം ഉണ്ടാവും കേട്ടോ. വിപ്ലവ അടിമകൾക്ക് മാത്രമല്ല വിപ്ലവം കൊണ്ടുവരാനുള്ള അവകാശം ഉടലുന്ന ജനതയ്ക്ക്. നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോഴും ഉഴലുന്ന ജനത, കഷ്ടപ്പെടുന്ന ജനത അല്ലേ? ആണോ? പറ, ഉച്ചത്തിൽ പറ. വരട്ടെ, നോക്കാം കേട്ടോ. എല്ലാം കേരള സർക്കാരിന്റെ ചുമതലയാണ്.
ഇതൊക്കെ അറിയിക്കും. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ലോക്സഭാ മണ്ഡലം തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി പെരിന്തൽമണ്ണ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ഈ പറഞ്ഞ വിഷയം ഒരു വീട്ടിൽ 2 കുടുംബം എന്ന് അവർക്ക് എന്തുകൊണ്ട് സ്ഥലം കിട്ടി? അവർ ആദിവാസി അല്ലെങ്കിൽ ഗോത്രവർഗത്തിൽ ഒരു ഇൻഡെക്സ് ഉണ്ട്. ആ ഇൻഡെക്സിനകത്ത് അവർ 2ആയിട്ടാണ് അതോ 1ആയിട്ടാണ് പെട്ടിരുന്നത്. ഒരു കുടുംബത്തിനൊരു അവകാശം നമുക്ക് തൃശ്ശൂർ ജില്ലയ്ക്ക് മാതൃക മറ്റു ജില്ലകളും അത് ചെയ്യണം. അത് ചെയ്യണം. നമ്മുടെ പാർട്ടി പ്രവർത്തനം മാത്രമല്ല, ഈ അടുത്ത കാര്യങ്ങളിലും ഒരു പ്രവർത്തനം പാർട്ടി പ്രവർത്തനമാണ്. എങ്കിലേ അത് നമ്മുടെ ഹൃദയം തിരിച്ചറിയാം. ചൂണ്ടിക്കാണിച്ചാലും ഉദ്യോഗസ്ഥന്മാരാണ് തിരിച്ചു ചെയ്തത്. അവിടെയാണ് ഇത് വരുന്നത്. ഉദ്യോഗസ്ഥന്മാരാണ് പ്രൈവറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വീടുകൾക്ക് അനുവദിക്കുന്ന ഫണ്ടില്ല. ഈ പഞ്ചായത്ത് ആദ്യമൊക്കെ പ്രൈവറ്റ് ഫണ്ട് കൊടുത്തിരുന്നത് പ്രൈവറ്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്തില്ല. പഞ്ചായത്ത് തലത്തിൽ കൊടുത്തിരിക്കുമ്പോൾ വീടുകളൊക്കെ അവര് വേറെ മാറ്റി ചെലവഴിച്ചത് നമുക്ക് പ്രൈവറ്റിൽ ഫണ്ട് തരുന്നു. വീടുകൾ കുറവ്, ആനുകൂല്യങ്ങൾ കുറവ്, ഓരോ അവകാശങ്ങൾ കുറവാണ്. എനിക്ക് ഡോക്യുമെന്റ് തരാം. ഇവിടെ വിഷ്വൽ വീഡിയോ ഡോക്യുമെന്റ് എനിക്ക് തന്നു. ഒരു നിയമം ഉണ്ടാക്കി വെച്ച് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കാതെ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഫണ്ട് കേട്ടോ, കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഫണ്ട് ഇനി ഇവിടുത്തെ തസ്കരന്മാരെ ഏൽപ്പിക്കാതെ ഓരോ ആദിവാസിയുടെയും ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിലേക്ക് കൊണ്ടുപോകുന്ന എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കാൻ പ്രധാനമന്ത്രി എടുത്ത് പറഞ്ഞു. ഇന്ത്യൻ പ്രസിഡന്റ് ഗോത്രവർഗമാണ്, ആയമ്മയ്ക്ക് ഒരു ഡോക്യുമെന്റ് അയച്ചു ഞാൻ കൊടുക്കാം, എനിക്ക് തന്നാൽ മതി. ഈ പഞ്ചായത്ത് വഴി കൊടുക്കുന്ന പരിപാടി അധമം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. അതിനൊരു പൈസ ഞങ്ങൾക്ക് പൈസ തരുന്നില്ലേ? വീടൊക്കെ പണിയാൻ പറ്റണ്ട, അങ്ങനെ എടുക്കുക. രോഗമായിട്ട് മരുന്ന് മേടിക്കാൻ വരെ കാറ്റില്ല. പിന്നെ എങ്ങനെ വീട് പണിയില് ഞങ്ങള് എല്ലാ മാസത്തിലും പെൻഷൻ കിട്ടിയെടുത്താൽ പൂർവികന്മാര് വിറ്റ സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഒരു നിയമം ഒതുങ്ങത്തില്ല. ഇത് കേന്ദ്ര ഗവൺമെന്റ് ഇത് മനസ്സിലാക്കി വനം ഇനി ആരുടെ അവകാശം എന്ന് പറയുന്ന പുനരെഴുത്ത് വരണം. പുതിയ ഒരു എഴുത്തിന് വരണം. അല്ല നിയമങ്ങളൊന്നും വന്നിട്ട് കാര്യമില്ല. വനം ആരുടെ അവകാശമാണ്, അതിനുവേണ്ടി നിങ്ങളൊരു പോരാട്ടം ആരംഭിക്കണം. ഞാൻ മുന്നിലുണ്ടാകും. ഞാൻ